KCC പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി ഈ ഒരു കേസിനെ എങ്ങനെയെങ്കിലും നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടോ? കോട്ടയം അതിരൂപതയിലുള്ള നിയമവിദഗ്ധരുമായിട്ട് ഈ കേസിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല വക്കീലുകളെ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്? KCC എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും സുപ്രീം കോർട്ടിൽ ഒരു ഫെയിലിയർ ആണ് നമുക്ക് സംഭവിക്കുന്നെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടോ? കോട്ടയം രൂപത സ്ഥാപിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നൊരു ഉത്തരവുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർക്കിങ് പിതാവും മറ്റു രണ്ടുപേരും ചേർന്നിട്ട് ഇതുപോലൊരു രൂപത സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. സത്യമാണോ? അതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കാരണം ഈ കോട്ടയം രൂപതയുടെ സ്ഥാപന ബുള അതേപോലെ തന്നെ അവരുടെ അന്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല, കോട്ടയം രൂപതയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും അടങ്ങുന്ന ഒരു പുസ്തകം വടബാദൂർ സെമിനാരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യപ്പെട്ടത് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതി അത് എക്സിബിറ്റ് B4 ആയിട്ട് നമ്മളത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് റോമൻ ഡോക്യുമെൻറ്റ്സ് കൺസേണിങ് ദ കാത്തലിക് ചർച്ച് ഇൻ ഇന്ത്യ. അതായത് കോട്ടയം രൂപത സ്ഥാപിച്ച ബുള്ളുണ്ട്. അതിനകത്ത് 23 ഡയോസിസ് ആയിട്ട് ഉയർത്തിയതുണ്ട്, 55 പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതുണ്ട്. അത് B4 ആയിട്ട് ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാക്കിൽ പിതാവും മേനാശ്ശേരി പിതാവും പഴയപറമ്പിൽ പിതാവും കൂടെ സംയുക്തമായിട്ട് കൊടുത്തിട്ടുള്ള നിവേദനത്തിൻ്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി എക്സിബിറ്റ് B3 ആയിട്ട് നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളും വസ്തുതകൾ മനസ്സിലാക്കാതെയും പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പറയുന്ന വെറും പ്രൊപ്പഗാൻഡ മാത്രമാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം, തുടക്കം മുതലേ ഈ ഒരു കേസിൽ തോൽവികളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലർ പറയുന്നു നല്ല വക്കീലിനെ വെക്കാത്തതുകൊണ്ടാണ്. ശരിക്കും നല്ല വക്കീലുകളെ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്? ജില്ലാ കോടതിയിൽ ഈ കേസ് വാദം വന്നപ്പം, അതായത് കീഴ്ക്കോടതിയിൽ ഞാൻ പരാജയപ്പെട്ടു, അതുകൊണ്ട് നല്ല വക്കീലിനെ വെക്കണമെന്നുള്ളൊരാവശ്യം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാ കോടതിയിൽ വെച്ച വക്കീലന്മാരെന്ന് പറഞ്ഞ രൂപതയ്ക്ക് വേണ്ടിയിട്ട് PB കൃഷ്ണൻ എന്ന് പറയുന്ന വളരെ സിവിൽ ലോ നന്നായിട്ട് അറിയാവുന്ന ഒരു ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അത് എറണാകുളത്തെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് സിവിൽ ഓഫീസായിട്ടുള്ള ഒരു ഹെറിഡിറ്ററി ഓഫീസാണത്. അദ്ദേഹം ഹാജരായിരുന്നു. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി മുമ്പ് ഞാൻ പറഞ്ഞ വളരെ സീനിയറായിട്ടുള്ള കൃഷ്ണനുണ്ണി സാർ ഹാജരായിരുന്നു. അതുകൂടാതെ അമേരിക്കയിലെ അസോസിയേഷന് വേണ്ടിയിട്ട് ശ്രീകുമാർ സാർ ഹാജരായിരുന്നു. അദ്ദേഹം ഡെസിഗ്നേറ്റഡ് സീനിയേഴ്സാണ്. പിന്നെ അത് കൂടാതെ അതിനകത്ത് കക്ഷി ചേർന്നതിൻ്റെ മൊത്തം 27ഓളം കക്ഷികളുണ്ടായിരുന്നു മൊത്തം അപ്പീലിനകത്ത്, ഫസ്റ്റ് അപ്പീലിനകത്ത്. അവരെല്ലാം ഓരോ വക്കീലിനെ വെച്ചിരുന്നു. അപ്പം ഈ രൂപത വെച്ച വക്കീൽ മോശമാണെങ്കിൽ അവർ വെച്ച വക്കീലും മിടുക്കനാണെങ്കിൽ അവരും അതിനകത്ത് വാദം പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ തോറ്റുപോയി. കക്ഷി ചേർന്നവരെല്ലാവരും സാക്ഷി നൽകിയിട്ടുണ്ട്. അല്ല, സാക്ഷിയല്ല, കക്ഷി ചേർന്നവരെല്ലാം പത്രികയൊന്നും കൊടുത്തിട്ടില്ല. അവർ അപ്പലേറ്റ് സ്റ്റേജിൽ ഇംപ്ലീഡ് ചെയ്തിട്ട് അവരുടെ ആർഗ്യുമെന്റ് ഫയൽ ചെയ്യുകയായിരുന്നു. അതുകൂടാതെ വേറെ 3-4 പേര് തേർഡ് പാർട്ടി അപ്പീലെന്നും പറഞ്ഞുകൊണ്ടും കൊടുത്തിരുന്നു. ഇതെല്ലാം ഒന്നിച്ച് തന്നെയാണ് കേട്ടിരുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി അപ്പീലിന് വേണ്ടിയിട്ട് കോട്ടയത്തെ മറ്റ് സിവിൽ കേസുകൾ നടത്തുന്ന വേറെ 2 വക്കീലന്മാർ ഹാജരായിരുന്നു. LD കർത്തി എന്ന് പറഞ്ഞ ആളും രാജീവ് P നായർ ഹാജരായിരുന്നു. ഹൈക്കോടതിയിൽ പിന്നെയും കുറച്ച് ആൾക്കാർ തീർന്നിരുന്നു, കുറച്ചുകൂടെ. അങ്ങനെ മൊത്തം ഹൈക്കോടതിയിൽ വന്നപ്പോൾ 43 പേര്, 27 എന്നുള്ള 43 കക്ഷികൾ, അവരും പല വക്കീലന്മാരെ വെച്ചിരുന്നു. അവിടെയും PB കൃഷ്ണൻ നന്നായി വാദിച്ചിരുന്നു. PB കൃഷ്ണൻ ഡെസിഗ്നേറ്റഡ് സീനിയർ ലോയറാണ്, ഇപ്പോൾ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. കൃഷ്ണനുണ്ണി സാറും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ അഡ്വക്കേറ്റാണ്. ശ്രീകുമാർ സാറും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. അപ്പം വളരെ പ്രമുഖരായിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ തന്നെയാണ് എല്ലാവരും വെച്ചിരുന്നത്. അതിനകത്ത് വക്കീലന്മാരുടെ ഒരു കുറവാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല കേസിന്റെ കാര്യത്തിനകത്ത്. കോട്ടയം അതിരൂപതയിലുള്ള നിയമവിദഗ്ധരുമായിട്ട് ഈ കേസിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അപ്പീലിന്റെ സമയത്ത് കോട്ടയം രൂപതയിലെ എല്ലാ വക്കീലന്മാരെയും വിളിച്ചു കൂട്ടിയിരുന്നു. ആ സമയത്ത് ഏതാണ്ട് 40ഓളം അഡ്വക്കേറ്റ്സ് ഹാജരായിരുന്നു. എല്ലാവരും ഓരോ അഭിപ്രായം പറഞ്ഞെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പിതാവ് അന്നേരം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തരാനുള്ള നോട്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് എഴുതി തരിക, കോടതി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, അത് കേസ് നടത്തുന്ന സീനിയർ അഡ്വക്കേറ്റ്സിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞു. അതിനും ആരും ഹാജരാക്കിയില്ല. അതുപോലെ തന്നെ KCC എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റിലീജിയസ് ഡിനോമിനേഷൻ ആണെന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗമാണ് ജ്ഞാനായ കത്തോലിക്കർ എന്ന് കോടതി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ കമ്മ്യൂണിറ്റിയുടെ റൂൾസ് ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ തീരുമാനിക്കാം. അതായത് കത്തോലിക്ക സഭയുടെ മറ്റ് നിയമങ്ങളോ മറ്റ് പ്രതിബന്ധങ്ങളോ ഒന്നും നമുക്ക് ബാധകമാകത്തില്ല.
നമുക്ക് നമ്മുടേതായ റൂൾ വെച്ചിട്ട് നമുക്ക് കാര്യം നടത്താം. അതിന് ഭരണഘടന നൽകുന്ന ഒരു ആനുകൂല്യമാണത്. അങ്ങനെ വന്നു കഴിയുമ്പം ഈ പറയുന്ന മാറി കെട്ടുന്ന ഒരാൾ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാൾ പറയും, ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സ്വീകാര്യപരമായ പാരമ്പര്യം അനുസരിച്ച് പെർമിഷൻ മേടിച്ച് അടുത്തടുത്ത് പോകുന്നു. ഞാൻ പോകുന്നില്ല. ഈ കേസിൽ തമ്മിൽ സംഭവിച്ച പോലെ തന്നെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് രൂപതയെ തന്നെ നിലനിർത്തി തന്നെ കല്യാണം കഴിക്കണം. അവർ ഈ പറയുന്ന നവീകരണ സമിതിക്കാർ ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ കേസിനകത്ത് വന്നപ്പോഴത്തേക്ക് അവൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിലനിർത്തേണ്ടത് വരും. അപ്പം നിങ്ങൾ അവനെ മാറ്റാനായിട്ടുള്ള നടപടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വേണ്ടി വരും. അത് സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നല്ല ആ പത്രിക പറഞ്ഞിരിക്കുന്നത്. ദ കമ്മ്യൂണിറ്റി ഹാസ് പവർ ടു എക്സ്കമ്മ്യൂണിക്കേറ്റ് ഫ്രം ദ കമ്മ്യൂണിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോട്ടയം രൂപത തന്നിരിക്കുന്നത് തെക്കും ഭാഗർക്ക് വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ രൂപതയിൽ നിന്ന് പുറത്താകും. അപ്പം നമുക്കങ്ങനെ കോൺക്രീറ്റ് ആയിട്ടൊരു സ്റ്റാൻഡ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഈ KCCയുടെ പത്രിക എടുത്ത് പറഞ്ഞത്, കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തോടൊപ്പം തന്നെ എൻഡോഗമി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ എൻഡോഗമി ഈസ് ആൻ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് അവിടെ എടുത്ത് പറയാൻ കാര്യം, ആ എക്സ്കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളൊരു വാക്ക് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അത് ഇന്നല്ലെങ്കിലും നാളെ അത് ഗുണകരമായിട്ട് കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അപ്പം അന്നത്തെ KCC പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ മൊഴി ഈ ഒരു കേസിനെ എങ്ങനെയെങ്കിലും നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും ബാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കസ്റ്റം തെളിയിക്കുന്നതിന് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ മൊഴി കൊടുക്കാം. ആ മൊഴിക്ക് ഓറൽ എവിഡൻസിൻ്റെതായ ഒരു വിലയുള്ളൂ, വലിയതില്ല. പിന്നെ കൊള്ളുന്ന ഹിസ്റ്റോറിക് ബുക്സുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കേസിനകത്ത് ഏതാണ്ട് 24ഓളം പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, വിവിധ യൂണിവേഴ്സിറ്റിയിലെ ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെ നമ്മൾ സർക്കാർ അംഗീകരിച്ച രേഖകൾ ഉൾപ്പെടെ നമ്മൾ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത്. അതായത് ക്നാനായ സമൂഹം എന്ന് പറയുന്നത് എൻഡോഗമസ് കമ്മ്യൂണിറ്റി ആണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളായിട്ട് ഹിസ്റ്ററി ബുക്സ്. രണ്ട് മൊഴി. ഈ മൊഴി സ്റ്റീഫൻ ജോർജ് വളരെ നന്നായി പറഞ്ഞു. ഈ പറഞ്ഞ നവീകരണ സമിതിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, കോട്ടയം രൂപത സ്ഥാപിച്ചത് എൻഡോഗമസ് നേച്ചർ കണക്കാക്കിയല്ല, മറിച്ച് ചങ്ങനാശ്ശേരിയിൽ മാത്യു പിതാവിനുണ്ടായ തിക്താനുഭവങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു രൂപത സ്ഥാപിച്ചിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനാണ് ഇങ്ങോട്ട് മാറ്റിയെന്നാണ് പറഞ്ഞത്. ഇപ്പം സ്റ്റീഫൻ ജോർജ് പറഞ്ഞ ഒരു ക്ലാസിക് മറുപടിയുണ്ട്. അങ്ങനെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാനല്ല, അന്നത്തെ ചങ്ങനാശ്ശേരി വികാരിയത്തിലെ പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ ചങ്ങനാശ്ശേരി രൂപതയിലെ പള്ളികൾ മാത്രം വേർപുലർത്തി മാക്കി പിതാവിനെ അവിടെ മെത്രാനാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല അവിടെ ചെയ്തത്. ചങ്ങനാശ്ശേരി വികാരിയത്തിനോടൊപ്പം എറണാകുളം വികാരിയത്തും, അതായത് ചങ്ങനാശ്ശേരി വികാരിയത്തിന് പുറത്ത് ക്നാനായക്കാർക്ക് പള്ളിയത് എറണാകുളം വികാരിയത്തിൽ മാത്രമായിരുന്നു. അപ്പം ക്നാനായക്കാർക്കുള്ള മുഴുവൻ പള്ളികളും ചങ്ങനാശ്ശേരി വികാരിയത്തിലെയും എറണാകുളം വികാരിയത്തിലെയും എല്ലാ പള്ളികളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോട്ടയം വികാരിയത്തിൽ സ്ഥാപിച്ചത്. അപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് അല്ല, ക്നാനായക്കാരുടെ തനിമ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രൂപത തന്നു എന്ന് പറയുന്നത്. അതാ സ്റ്റീഫൻ ജോർജിന്റെ ഒരു എക്സലന്റ് ആൻസർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ മൊഴി ഓരോന്ന് നോക്കിയാലും ചരിത്ര വസ്തുതകളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും വളരെ ക്ലാരിറ്റിയോടുകൂടി നല്ല ഒരു സഭാ സമുദായ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊഴി ഒരിക്കലും ദൂഷ്യമല്ല, മറിച്ച് ഗുണകരമായിട്ട് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ കോട്ടയം രൂപത ഒരു പത്രിക നൽകിയിരുന്നു, അതൊന്ന് തിരുത്തി കൊടുക്കണമെന്ന് ചിലരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. അതായത് പത്രിക ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സിവിൽ ലോയേഴ്സിനെ, പ്രമുഖരായിട്ടുള്ള സിവിൽ ലോയേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ പത്രിക തയ്യാറാക്കിയത്. അതായത് ഓരോ വ്യക്തിക്കും അഭിപ്രായങ്ങൾ പറയാം. ആ അഭിപ്രായങ്ങൾ നിയമപരമായിട്ട് എത്രമാത്രം യോജിക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളൊരു സംവിധാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പത്രിക കൊടുക്കുമ്പോഴത്തേക്ക് രാജ്യത്തെ നിയമത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം. രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കസ്റ്റം റെക്കഗ്നൈസ് ചെയ്യാം. പക്ഷെ കസ്റ്റത്തിന് എത്ര വർഷം പാരമ്പര്യമുള്ള കസ്റ്റമാണെന്ന് പറഞ്ഞാലും കസ്റ്റം ഭരണഘടനയ്ക്ക് വിരുദ്ധമാകരുതെന്നൊരു നിയമമുണ്ട്. ഭരണഘടനയ്ക്ക് വിരുദ്ധമാകരുത് കസ്റ്റം. 65 കണ്ട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട് അതിനകത്ത്. ഇതുപോലെ അപ്പം ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ നോക്കണം, ഭരണഘടനാ നിയമങ്ങൾ നോക്കണം, രൂപതയുടെ താല്പര്യം നോക്കണം, സമുദായത്തിന്റെ താല്പര്യങ്ങൾ നോക്കണം. ഇതെല്ലാം കൂടെ സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ളതാണ് പത്രിക തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പത്രികയിൽ ഒരെണ്ണം നമ്മൾ മണ്ടത്തരം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. ഇപ്പം നിലവിൽ ഇപ്പം ഇവർ പറഞ്ഞ പോലെ എക്സ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കർമ്മം ഇതെന്നൊക്കെ പറയുന്നത് ഇവർ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ അതിനുണ്ടാകാവുന്ന ഭവിഷ്യത്ത് അവർ മനസ്സിലാക്കാവുന്നില്ല. ബിജു പുതുപ്പ് കേസിലും ഇതെല്ലാം എഴുതി കൊടുത്തതാ. അത് 1989 ഉണ്ടായ കേസ് 90 വിധി വന്നു. ആ ബിജു പുതുപ്പ് കേസിലും കോടതി കണ്ടത് എങ്ങനെയാണ്? രൂപത എൻഡോഗമസ് അല്ലെന്നാണ് കണ്ടത്. പക്ഷെ അന്ന് അതിനേക്കാളും കൂടുതൽ എവിഡൻസ് നമ്മൾ കൊടുത്തു, കൂടുതൽ മെറ്റീരിയൽ നമ്മൾ കൊടുത്തു. അപ്പം ആ ഒരു വശത്തിലാണ് നമ്മൾ ഈ കേസിനെ നടത്തിയിട്ടുള്ളതും
ആ കേസ് അതിൻ്റെ പരിമിതിയിലേക്ക് എത്തും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ചില ആളുകൾ ഇപ്പോഴും ഈ ഒരു രൂപത നേതൃത്വത്തിന് എപ്പോഴും മോശമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ? ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കോട്ടയം രൂപതയ്ക്കും സഭയ്ക്കുമെതിരായിട്ട് ജ്ഞാനായ സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പലരും ഒന്നുകിൽ സെമിനാരിയിൽ പോയിട്ട് ചാടിപ്പോകുന്നവരാണ്. ഇപ്പോൾ സെമിനാരിയിൽ പോയി ചാടിപ്പോകുന്നത് അവർക്ക് അവരുടെ ആശയങ്ങളോട് യോജിക്കാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ ആരോടുള്ള വ്യക്തിവിരോധങ്ങളുണ്ടാകാം, അവർ വിചാരിക്കുന്ന പോലെ സഭാ സംവിധാനം നിലനിൽക്കാത്തതും ഉണ്ടാകാം. ആ ഒരു പെർവേർഷൻസ് അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ആ പെർവേർഷൻസിൻ്റെ റിസൾട്ടാണ് ചിലരുടെ ഭാവങ്ങൾ. ചില കാര്യങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിട്ടയർ ചെയ്തിട്ട് അല്ലെങ്കിൽ സർവീസിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല അംഗീകാരവും ആദരവും കിട്ടും. റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് അതുപോലെ ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കാത്ത കുറച്ച് പേരുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്നും ഞാനിങ്ങനെ പൊങ്ങി നിൽക്കണമെന്ന് ചില ആളുകളുണ്ട്. അത് മറ്റൊരു പെർവേർഷൻസാണ്. ഒന്ന്, പിന്നെ എപ്പോഴും നമ്മൾ ഒരു സർവീസിലിരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കും കുറച്ചുകൂടെ. അവർക്ക് അധികാരമുണ്ട്, അവർ പറഞ്ഞ് കേൾക്കും. അവർ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അത്രയും ഗവനിക്കണമെന്നില്ല, അവർക്ക് അധികാരമില്ല. അപ്പം ഒരു നാട്ടിലൊരു ചൊല്ലുണ്ട്, സർവീസിലുള്ള റിട്ടയർ ചെയ്ത DGPക്കാരും വില സർവീസിലുള്ള പോലീസുകാരനാണ്. കാര്യം DGP എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും തലവനാണ്. റിട്ടയർ കഴിഞ്ഞാൽ അയാളെ ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യത്യാസമുണ്ട്. ഈ ഒരു ഫീലിംഗ് ചില വ്യക്തിയുടെ കീഴിൽ കിടക്കുമ്പം, ഞാൻ ഇന്നലെ വരെ രാജാവായിരുന്നു, ഇന്ന് തന്നെ അംഗീകരിക്കാൻ പിറ്റേ ദിവസം മുതൽ അംഗീകരിക്കാത്തവരെക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. മറ്റൊരു ഘടകം, ചില വൈദികർ ചില പള്ളികളിൽ ഇരിക്കുമ്പം ഈ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വ്യക്തികളും ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തികൾ ചില ഗ്രൂപ്പായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് പള്ളിക്കെതിരെ അങ്ങ് തിരിയും. സത്യത്തിൽ ആ വികാരിച്ചിനെതിരെ ആയിരിക്കും തിരുന്നത്, അത് കുറച്ച് കഴിയുമ്പോൾ പള്ളിക്കെതിരെയാവും. ഇവർ പല നിവേദനങ്ങൾ ചിലപ്പം രൂപതയിൽ മറ്റും കൊടുക്കുമ്പോൾ ഇവരുടെ നിവേദനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ലാത്തതാകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഉടനെ അവർ പിന്നെ സഭാ സംവിധാനത്തിനെതിരാവും. അപ്പോൾ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് എലമെന്റ്സ് എല്ലാം കൂടെ ഒന്നിച്ച് ചേരുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സംഭവം ഞാൻ പറയാം. ഒരു പള്ളി പരിഷ്കരിച്ച് പണിതു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തു. ആ പ്ലാന് ചില ഡിഫക്റ്റുകൾ പിന്നെ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ഒരു അച്ഛൻ വന്നപ്പോഴത്തേക്ക് അത് പൊളിച്ചു പണിതു. അത് ആ പണിത ആളിൻ്റെ, അതെങ്കിൽ ആ ഡിസൈൻ ചെയ്ത ആളിൻ്റെ ഭർത്താവ് പിന്നെ പള്ളിക്കെതിരെ ഭയങ്കരമായി. കാര്യം എൻ്റെ ഇതായി, ഞങ്ങളുടെ പ്ലാൻ അംഗീകരിച്ചത് മാറ്റി എന്നുള്ളൊരു ബരുദം അവർക്ക്. കാര്യം എന്താ പറയുന്നത്, ഒരു മേൽക്കോയ്മയ്ക്ക് എല്ലാവരും ശ്രമിക്കും. പിന്നെ ചില പള്ളികളിൽ സംഭവിച്ചിരിക്കുന്ന നേരം, ഈ ചില പള്ളികൾ പണ്ടത്തെ കാലത്ത് സാമ്പത്തികമുള്ള ചില വീട്ടുകാരുകൾ സ്പോൺസർ ചെയ്തിട്ടായിരിക്കും പള്ളി പണിയുന്നത്. പിന്നീട് കാലാന്തരത്തിൽ വരുമ്പോൾ സാധാരണ വീട്ടുകാരും വിദേശത്തൊക്കെ പോയി പൈസയായി നല്ല സംവിധാനങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പണ്ട് പ്രമുഖ വീട്ടുകാരായിരുന്ന ആളുകൾക്ക് അന്നത്തെ പരിഗണനയോ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പണിത പള്ളിയാ, അല്ലെങ്കിൽ എൻ്റെ വെല്ലിപ്പം പണിത പള്ളിയാ, ഞങ്ങൾക്ക് ഫ്രണ്ടിലിരിക്കണം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പണ്ടത്തെ കാലത്ത് നിൽക്കുമായിരുന്നു. എന്ന് പറഞ്ഞ പോലത്തെ താൻപാര്യമ ഇപ്പം പറഞ്ഞു വരുമ്പോൾ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. ഉടനെ ഇവരെന്നെ അടുക്കും, ഇടവയ്ക്കെതിരാവും, പള്ളിക്കെതിരാവും. അങ്ങനെ ചില ആളുകൾ പല പള്ളികളും സമീപത്തൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടെയൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസികളായ ജനങ്ങളുടെ ഒരു ആശങ്കയുടെ ഒരു ഭാഗമായി ഒക്കെ ഉയർന്നു വന്നൊരു ചോദ്യമുണ്ട്. ഇനി എങ്ങാനും സുപ്രീം കോർട്ടിൽ ഒരു ഫെയിലിയർ ആണ് നമുക്ക് സംഭവിക്കുന്നെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടോ? തീർച്ചയായിട്ടും ബി പ്ലാൻ ഉണ്ട്. ഈ ബി പ്ലാൻ ഇപ്പം പറയുന്നതല്ല. ബിജുതിപ്പ് കേസ് സുപ്രീം കോടതി പോയപ്പം അതും ഇതുപോലെയായിരുന്നു. കീഴ്ക്കോടതി വിധിച്ചു, അത് കഴിഞ്ഞ് ജില്ലാ കോടതി എതിര് വന്നു, ഹൈക്കോടതി എതിര് വന്നു. റിവ്യൂവിന് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. എന്നിട്ടാണ് നമ്മൾ സുപ്രീം കോടതി പോകുന്നത്. അത് അന്ന് ആ ജഡ്ജി കേസ് കേട്ടത് സുപ്രീം കോടതി ഏറ്റവും ടഫ് ജഡ്ജസിൽ ഒരാളായ അരുൺ മിശ്ര എന്ന് പറഞ്ഞ ജഡ്ജിയായിരുന്നു. അതായത് നമ്മുടെ എറണാകുളത്തെ ആ ഫ്ലാറ്റൊക്കെ ഇടിച്ചു പൊളിക്കാൻ പറഞ്ഞ ജഡ്ജി. ആ നിയമം വയലേഷൻ വന്നാൽ യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ലാതെ ആക്ഷൻ എടുക്കുന്ന ഒരു ജഡ്ജി, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മിടുക്കനായ ഒരു ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഇങ്ങനെ ഇത്ര ഒരു കൺകറന്റ് ഫൈൻഡിങ്ങുള്ള ഒരു കേസ് പോകുമ്പോൾ വളരെ പേടിച്ച് തന്നെയാണ് പോയത്. അപ്പം അന്നേ നമ്മളൊരു പ്ലാൻ ഇട്ടിരുന്നു, തോറ്റാൽ എന്ത് ചെയ്യും, നമുക്ക് ബി പ്ലാൻ ഉണ്ട്. പക്ഷേ ആ ബി പ്ലാൻ നേരത്തെ കയറി വെളിപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബി പ്ലാൻ എന്നുകൊണ്ട് സമുദായത്തിൻ്റെ ഈ സംവിധാനം ഒരിക്കലും തകരാത്ത രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ബി പ്ലാൻ നിയമവിദഗ്ധരുമായിട്ട് തന്നെ ആലോചിച്ചിട്ടുള്ള സംവിധാനം തന്നെ ഉണ്ട്. പക്ഷേ അത് നേരത്തെ കയറി പറയേണ്ട ആവശ്യമില്ല. അത് ആവശ്യം വന്നു കഴിഞ്ഞാൽ ബി പ്ലാൻ വർക്കൗട്ട് തന്നെ ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന നിലയിൽ, അത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഈ ഒരു ജനറേഷനിൽ, അതായത് ജാതി മത വർണ്ണ വർഗ വിവേചനമില്ലാതെ പോകുന്ന ഈ ഒരു കാലത്ത് ഈ ഒരു കേസിന് എന്താണ് പ്രസക്തി? തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനാകാരം മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. അതായത് പലതരം എൻഡോഗമി ഉണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിലെ ചില വില്ലേജ് എൻഡോഗമി ഉണ്ട്. അവർക്ക് ആ വില്ലേജിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിനെ വില്ലേജ് എൻഡോഗമി എന്ന് പറയുന്നത്. ഒരു നായരെ കല്യാണം കഴിക്കുന്ന എൻഡോഗമിയാണ്. ഒരു മലയാളിയെ കല്യാണം കഴിക്കുന്ന എൻഡോഗമിയാണ്. ഇന്ത്യക്കാരിയെ കല്യാണം കഴിക്കുന്ന എൻഡോഗമസാണ്. ഇനി കാനൻ ലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക സഭ എൻഡോഗമസാണ്.
ആ ഒരു അർത്ഥത്തിൽ. അതായത് മാരേജ് ബിറ്റ്വീൻ ടു ബാപ്റ്റൈസ്ഡ് പേഴ്സൺസ് ക്യാൻ ഓൺലി ബി വാലിഡ്ലി സെലിബ്രേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള മാമോദിസ സ്വീകരിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കല്യാണമേ ഉള്ളൂ വാലിഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മിക്സഡ് മാരേജ് പറയുന്നുണ്ട്, പക്ഷെ അതിന് വാലിഡ് സെലിബ്രേഷൻ ഇല്ല. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പൂർണ്ണ ആഘോഷത്തോടു കൂടി അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി കല്യാണം നടത്താൻ പറ്റും, രണ്ട് കത്തോലിക്കർ തമ്മിൽ കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സഭ അംഗീകരിച്ചിട്ടുള്ള മാമോദിസ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ക്യാനലിലോ നോക്കുമ്പോൾ അതും ഒരു എൻഡോഗമിയ. പിന്നെ ഈ എൻഡോഗമിയുടെ വ്യത്യാസം വെച്ചാൽ കൾച്ചറൽ ഐഡന്റിറ്റിയുടെ യൂണിറ്റാണ്. കുടുംബ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൾച്ചറൽ ഐഡന്റിറ്റിക്ക് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. ഒരേ യോജിപ്പ്, ഒരേ മനസ്സ്, ഒരേ ആചാരം. ഒരിത് നോൺ വെജ് കഴിക്കുന്ന ഭർത്താവും വെജിറ്റേറിയൻ കഴിക്കുന്ന ഭാര്യയാണ് എന്ത് ചെയ്യും? വീട്ടിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? ഇരട്ടി ബുദ്ധിമുട്ടാണ്. അതേസമയം യോജിപ്പ് എന്ന് പറയുന്നതാണല്ലോ ഒരു കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്നത്. ആ യോജിപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരേ കൾച്ചറിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോഴാണ് യോജിപ്പ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു കനാനായക്കാർക്കും മറ്റ് കനാനായക്കാരല്ലാത്തവർക്കും ഒത്തിരി കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്. ചില തൽപര കക്ഷികൾ സഭയ്ക്കും സഭാ നേതൃത്വത്തിനും എതിരായി ഇറക്കിവിടുന്ന പ്രോപ്പഗണ്ടയുടെ ഭാഗമാണ് ഇത്തരം സംശയങ്ങളെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ചിലർ ബോധപൂർവം നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളിൽ വീഴാതെ ഇരിക്കുവാൻ നാനായ സമുദായ അംഗങ്ങൾ ശ്രദ്ധിക്കുക. കോടതിയിൽ വിജയിക്കുവാനും സമുദായ നേതൃത്വം നടത്തുന്ന അക്ഷീണ പരിശ്രമത്തിൽ പ്രാർത്ഥന കൊണ്ട് നമുക്കും ഭാഗമാകാം.